9 മണിയാവുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം. ആദ്യം തന്നെ വീട് ഞാനൊന്ന് കാണിച്ചു തരാം. ഓൾമോസ്റ്റ് ക്ലീൻ ആയിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് രാവിലെ ചെയ്തത് നമ്മുടെ ഫിഞ്ചസിന് വെള്ളവും ഫുഡും കൊടുത്തു. അവരെ കാണിച്ചതേ. ഹലോ ബബിൾസ്. നടാഷയുടെ ഫ്രണ്ടാണ് ഈ കിടക്കുന്ന പുറത്ത്. ഓക്കെ, രാവിലത്തെ ഇവിടെ നിന്നുള്ള പുറത്തേക്കുള്ള വ്യൂ അടിപൊളിയാണ്. നമുക്ക് മനസ്സിന് എന്തൊക്കെ സ്ട്രെസ് ഉണ്ടെങ്കിലും അത് കുറച്ച് നേരം ഒന്ന് ഇവിടെ ഇരുന്നാലേ അത് തനിയെ സോൾവ് ആയി പോകുന്നത് കാണാം. അപ്പോൾ ഇതെൻ്റെ ലാപ്പ്. പിന്നെ എന്തായിരുന്നു, ഇത് നടാഷയുടെ എൻ്റെ ID കാർഡ്സ്. നമ്മുടെ ഇവിടെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം വാങ്ങിയ ക്ലോക്ക്, നമ്മുടെ ഫോട്ടോസ്, ഇവിടെയുണ്ട് കുറച്ച് ഫോട്ടോസ്. ഇതെൻ്റെ മമ്മി, ഡാഡി, ഞാൻ. ഇതെൻ്റെ ഡാഡി, ഞാനും. ഇത് ഞാനും നടാഷി. ഓരോ ഫോട്ടോയ്ക്ക് പിന്നിൽ ഓരോരോ സ്റ്റോറീസ് ഉണ്ട്. ഇത് മുംബൈ, പിന്നെ ഇത് മൂന്നാർ, ഇത് മമ്മിയും ഡാഡിയും ഞങ്ങളെല്ലാവരും കൂടെ ഡൽഹി പോയപ്പോൾ എടുത്ത ഫോട്ടോ. ഇത് നടാഷയുടെ സ്കൂൾ ഫോട്ടോ. ഇതാണ് നടാഷ. പിന്നെ ഇത് ചെന്നൈ വണ്ടല്ലൂർ സൂ. ഇത് കുന്നംകുളം. ഇത് ഞങ്ങളുടെ മാരേജ് രജിസ്ട്രേഷന് പോയപ്പോൾ എടുത്തതാണ്. ഇത് ചെന്നൈ. ഓക്കെ, പിന്നെ ഇവിടെയൊക്കെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരാളെ കാണിച്ചു തരാം. ഇത് നടാഷയുടെ പരിപാടിയാണ് ചുമരിലൊക്കെ കാണുന്നത്. അപ്പോൾ ആൾ ഉറങ്ങുക. ബെഡ്ഷീറ്റും എല്ലാം ചുരുട്ടി കൂട്ടി ഈ അവസ്ഥയാക്കിയിട്ടുണ്ട്. ഇത് നടാഷയുടെ ബുക്സാണ്. മിന്നി കളിക്കൊടുക്കുക. ഇത് ഞങ്ങളുടെ ഡംപിങ് സ്റ്റേഷനാണ്. നിങ്ങൾ കണ്ടില്ലെന്ന് വെച്ചോളൂ. ഓക്കെ, ഇവിടെ നമ്മുടെ വാഷ്റൂം, ദെൻ കിച്ചൺ. സോ ഇത് കിച്ചണാണ്. ഇതിൻ്റെ മുകളിൽ, ഫ്രിഡ്ജിൻ്റെ മുകളിലൊക്കെ ക്ലീൻ ആക്കാനുണ്ട്. എല്ലാം ക്ലീനിങ് ഇന്ന് ചെയ്യണം. അതുപോലെ ഇതിൻ്റെ മുകളിൽ വെച്ചേക്കുന്നതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്. നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ സംഭവം ഉണ്ടാക്കുന്നത്. അതിനുള്ള വെജിറ്റബിൾസൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ബട്ടർ ചിക്കനും പുലാവും ഉണ്ടാക്കാനാണ് എൻ്റെ പ്ലാൻ. നോക്കാം. ഇതെൻ്റെ ബാൽക്കണി ഗാർഡൻ. മണി പ്ലാന്റ്, മുല്ല. ഇവിടെ വേറൊരു സംഭവം ഉണ്ടായിരുന്നേ. ഇതെൻ്റെ നോട്ടീസ് ബോർഡാണ്. ഇവിടെ ഞാൻ കുറേ കോഡ്സൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായി. പിന്നെ എനിക്ക് പോകാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ. നടാഷ ഓരോ ദിവസം വന്നിട്ട് ഓരോന്നായിട്ട് എടുത്ത് കളയില്ല പണി. ഞാൻ എൻ്റെ ഗാർഡനിൽ നിറയെ പൂക്കളുണ്ടായിരിക്കുന്നത് എന്നോട് സൂം ചെയ്ത് കാണിച്ചാലേ. ഈ ചെടി കണ്ടിട്ടുണ്ടോ? നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണിത്. യെല്ലോ കളറ് നിറയെ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ കണ്ടോ? നിറയെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇത് ബ്രൈഡൽ ബൊക്കെ ആണെങ്കിലും നിറച്ചുണ്ടായിട്ടുണ്ട്. അത് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമായതുകൊണ്ട് റോസ്. ഇത് ഞാൻ കുറേ മുന്നേ വാങ്ങിയിട്ടുള്ളതാണ്. ഹോസ്റ്റലിലായിരിക്കുമ്പോഴേ ഇതിങ്ങനെ പോലെ ആയിട്ടുണ്ടാകുന്ന റോസാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഗാർഡൻ.
എക്സിബിഷന് വാങ്ങിയ ബെല്ല്. നല്ല നല്ല കാറ്റും മഴയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ ബെല്ലിങ്ങനെ സൗണ്ട് ഉണ്ടാക്കും, നല്ല രസമാണ്. അപ്പോൾ മോർണിംഗ് ടൈം ഈ ജനലിൽ കൂടെ നല്ലോണം വെയിലും ഇങ്ങോട്ട് വരും. അപ്പോൾ ഞാൻ ഇടയ്ക്ക് നടാശനെ പിടിച്ചിവിടെ വെയിലത്ത് ഇരുത്താറുണ്ട്. പിന്നെ ഇടയ്ക്ക് എൻ്റെ പ്ലാന്റ്സിനൊക്കെ കൊണ്ടുവന്ന് ടേബിളിൽ വയ്ക്കും. പിന്നെ ഇടയ്ക്ക് ഫിഞ്ചസിന് ഞാൻ വെയിൽ കൊള്ളിക്കാറുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ബട്ടർ ചിക്കൻ ആൻഡ് പുലാവ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ രാവിലെ എനിക്ക് വന്നാൽ തന്നെ ഞാൻ ഡെയിലി ചെയ്യുന്ന വേറൊരു പരിപാടിയാണ് സാമ്പ്രാണിത്തിരി കത്തിക്കുക. ഓക്കെ, അപ്പം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് സാമ്പ്രാണിത്തിരി. ഞാൻ അടുപ്പിൽ തീ കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ചെയ്യുന്നൊരു പരിപാടിയാണത്. ആ ഗ്യാസ് അടുപ്പിൽ നിന്ന് തന്നെ ഞാനിതെടുത്ത് കത്തിക്കും. ഇത് ഡെയിലി ഞാൻ മോള് സ്കൂളിൽ പോകുന്ന ദിവസമാണെങ്കിൽ ഒരു 7 o'clock ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ രാവിലെ എണീക്കും. അപ്പോഴത്തേക്ക് നമ്മൾ സാമ്പ്രാണി കത്തിച്ച്, അതെൻ്റെ ഒരു ഡെയിലി റൊട്ടീനാണ്. എനിക്ക് അതിൻ്റെ ആ ഒരു സ്മെല്ല് കിട്ടുമ്പോൾ തന്നെ ഒരു ഭയങ്കര പോസിറ്റീവാണ്. ആദ്യം തന്നെ ഞാനിത് എൻ്റെ ഫ്രിഡ്ജിൻ്റെ മുകളിൽ കുറച്ച് ദൈവങ്ങളുണ്ട്. ഇവിടെ കുറച്ച് നേരം വയ്ക്കും. അടുക്കളയിൽ ഈ കണ്ണീച്ചയും ഈച്ചയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ നല്ലതാണ്. അത് കഴിഞ്ഞ് ഞാൻ വീട് മൊത്തത്തിൽ പുകച്ചെടുക്കും. എനിക്ക് എൻ്റെ ഒരു സ്മെല്ല് ഡെയിലി രാവിലെ, ഇനിയിപ്പം എനിക്ക് ഈവനിങ് തോന്നുവാണെങ്കിൽ അപ്പോൾ ചന്ദനത്തിരി അല്ലെങ്കിൽ വീണ്ടും സാമ്പ്രാണിനെ കത്തിക്കും. ഇതെൻ്റെ ഒരു വീക്ക്നെസ്സാണ് ഗൈസ്. അപ്പോൾ ഇവിടെയൊക്കെ ഞാനൊന്ന് കൊണ്ടുവന്ന് കുറച്ച് നേരം വെക്കും ടേബിളിൻ്റെ മുകളിലൊക്കെ. അപ്പോഴത്തേക്ക് നമുക്ക് ഓഫീസിൽ നിന്നൊക്കെ വന്ന് നമ്മൾ വീടിനകത്തേക്ക് കയറുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഇതിൻ്റെ ഒരു സ്മെല്ല് എടുത്ത് അടിപൊളി വൈബാണ്. ഓക്കെ, അപ്പോൾ ബട്ടർ ചിക്കന് വേണ്ടി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് ടൊമാറ്റോ, സവോള, പച്ചമുളക്, ക്യാരറ്റ്, സോറി ഇത് രണ്ടുമാണ് ബട്ടർ ചിക്കൻ എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ ഇതാ അമ്മുൻ്റെ ഗാർലിക് ആൻഡ് ഹെർബ്സ് ബട്ടർ ഉണ്ട്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചിക്കൻ. ഓക്കെ, പിന്നെ സോസ്, ടൊമാറ്റോ സോസും ഉണ്ട്. ഇത് പുലാവിനാണ് കേട്ടോ. കുറച്ച് സവോളയും ക്യാരറ്റും ടൊമാറ്റോയും ഞാൻ പുലാവിന് എടുത്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ ബസ്മതി റൈസ്, ഇന്ത്യ ഗേറ്റ്, അതാണ് കേട്ടോ റൈസ്. അത് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്രീൻ ബീൻസ്, ഇതും വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയ്ക്ക് ഇട്ടിട്ട് നമുക്ക് പുലാവ് വേഗം ഉണ്ടാക്കാം. ബട്ടർ ചിക്കൻ നമുക്ക് ഒന്ന് മിക്സിയിൽ അരച്ച് ഗ്രേവി ആക്കിയിട്ട് ഉണ്ടാക്കാം. സോ ഫസ്റ്റ് തന്നെ ഇത് ഞാൻ ഇപ്പോൾ കുട്ടിയാണ്. ആദ്യം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. ഞാനപ്പോൾ മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഗരം മസാല, മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇത്രയ്ക്ക് ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫസ്റ്റ് തന്നെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ വി ക്യാൻ യൂസ് ദിസ് ബട്ടർ. ഓക്കെ, നമുക്കപ്പോൾ ചിക്കൻ ഞാൻ ഇന്നലെ എടുത്ത് വെച്ചതാണ്. ചിക്കനിലേക്ക് കുറച്ചും കൂടെ ഒന്ന് സോൾട്ട് ഇടാം. സോൾട്ട് ഇട്ടു, ഒരു ഇച്ചിരി ഗരം മസാലയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് തിരുമ്പി എടുക്കാം. എൻ്റെ ഉപ്പ് പരലി കണ്ടു, ഓൺലി 60 rupees ഇതിന്. ഇത് ഓൾറെഡി ഇന്നലെ മസാല തേച്ച് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റൗവിൽ ചിക്കൻ ഫ്രൈ ചെയ്യാം. അടുത്ത സ്റ്റൗവിൽ നമുക്ക് ബട്ടർ മസാലയ്ക്കുള്ള ഗ്രേവി പ്രിപ്പയർ ചെയ്യാം.
സവാള ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. കുറച്ച് സവാള ഞാൻ പുലാവിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഇത് നടാശിക്കുള്ള ചിക്കൻ ലെഗാണ്. നടാശിക്ക് ചിക്കൻ ലെഗ് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഒട്ടും കിച്ചണിൽ അധികം ടൈം സ്പെൻഡ് ചെയ്യാൻ അധികം ഇഷ്ടമില്ലാത്ത ഒരാളാണ്. എത്രയും പെട്ടെന്ന്, അതുകൊണ്ടാണ് ഈവനിങ് സാറ്റർഡേ ആയിട്ടും രാവിലെ എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ പണി തീർക്കാനുള്ളതാണ്. സവോള ചെറുതായിട്ട് അരിക്കും. ഉള്ളിൽ വെച്ച് അറിയില്ലല്ലോ കരിഞ്ഞ സവോള എടുത്ത് മാറ്റിട്ട് ഞാനേ സിമ്മിലാന്ന് വെച്ചായിരുന്നു, പക്ഷെ ഉള്ളിലായിരുന്നു. ഓക്കെ, അപ്പം ഞാൻ എന്താ പറഞ്ഞത്, എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് അടുക്കളയിൽ. കുക്കിംഗ് ഇഷ്ടമാണ്, ബട്ട് എനിക്ക് ഒരുപാട് സമയം എന്ന് വെച്ചാൽ ഡേ ടു നൈറ്റ് കിച്ചണിൽ നിൽക്കുന്ന പരിപാടി എനിക്ക് ഇഷ്ടമല്ല. നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും കാണാനൊക്കെ ഇല്ലേ. അപ്പോൾ എന്തായിരുന്നു, എത്രയും വേഗം അടുക്കളയിൽ പണി തീർക്കാം. പിന്നെ ഫുൾ ഡേ എൻജോയ്മെന്റ് ആണ്. ഇത് എന്തൊക്കെയാണ്, പക്ഷെ എനിക്ക് ഇഷ്ടമല്ല ഒരുപാട് ടൈം. ചില ആൾക്കാരുണ്ടല്ലോ ഫുൾ ടൈം അടുക്കളയിൽ നിൽക്കുന്നത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഞാൻ അങ്ങനെയല്ല. ഓക്കെ, ഒരു ടൊമാറ്റോ ആഡ് ചെയ്തു. ചിക്കൻ ഫ്രൈ ചെയ്ത് നമ്മളെടുത്ത് മാറ്റുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ വിനാഗിരി ഒഴിക്കണം കേട്ടോ. ഇച്ചിരി വിനാഗിരി ഒഴിയാൻ തപ്പിയെടുക്കണം. ഓക്കെ, ഇപ്പോൾ ഒരുവിധം വഴന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ഇത്തിരി വിനാഗിരി ഒഴിക്കാൻ പറയുന്നുണ്ട്. ഒരു പുളിരസമൊക്കെ കിട്ടാനായിരിക്കും നമ്മളൊരു ഇത്തിരി വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മധുരം, എനിക്ക് മധുരം ഇഷ്ടമാണ്, സ്വീറ്റ്നെസ് ഇഷ്ടമാണ്. സോ ഞാനൊരു പിഞ്ച് ഷുഗറും കൂടെ എനിക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ പഞ്ചസാര പാത്രം. ഞാൻ എല്ലാം കൂടെ കമ്പത്തോന്ന് വിചാരിക്കണ്ട. ഓക്കെ, ഇത്തിരി പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിനി തണുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാം. സോ നിങ്ങൾക്ക് ഇനി ഗ്രേവി വേണമെങ്കിൽ ഇനി തക്കാളി ആഡ് ചെയ്യട്ടെ. അതുപോലെ വെള്ളം ഒഴിക്കുന്നവരുണ്ട് ഇതിലേക്ക്. ഞാൻ പക്ഷെ ഇപ്പം വെള്ളം ഒഴിക്കുന്നില്ല. ചിക്കൻ ഫ്രൈ ആയി വരുന്നുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് രണ്ട് അടുപ്പ് ഒഴിവായി കഴിഞ്ഞാൽ നെക്സ്റ്റ് പുലാവ് ഉണ്ടാക്കാൻ നോക്കാം. പുലാവിലേക്ക് നമ്മൾ ആകപ്പാടെ യൂസ് ചെയ്യുന്ന വെജിറ്റബിൾസ് ഗ്രീൻ ബീൻസ്, ക്യാരറ്റ്, പൊട്ടറ്റോ, സവാള. ഈ പൊട്ടറ്റോ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ കുഴഞ്ഞു പോകുമല്ലോ. അതുപോലെ ഗ്രീൻ ബീൻസ് നമുക്ക് ഗ്രീൻ ബീൻസ് സെപ്പറേറ്റ് നമ്മൾ ഇപ്പം നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ, അല്ലെങ്കിൽ അത് വേവത്തില്ലല്ലോ. നമുക്ക് സെപ്പറേറ്റ് വേവിച്ചിട്ട് ഇത് സെപ്പറേറ്റ് ആഡ് ചെയ്യാം. അതുപോലെ വെജിറ്റബിൾസും ഞാൻ സെപ്പറേറ്റാണ് ചെയ്യാൻ പോകുന്നത്, റൈസും സെപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്. ലാസ്റ്റ് എല്ലാം കൂടെ മിക്സ് ചെയ്യുവാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എല്ലാം കൂടെ കുഴഞ്ഞ് കുളമായി പോകും. ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഗ്രീൻ ബീൻസ് ഇച്ചിരി ഉപ്പിട്ടിട്ട് നമുക്കിത് വേവിക്കാൻ വെക്കാം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഫുൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബട്ടർ ചിക്കൻ ഞാനിവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടാണ് അരച്ചേക്കുന്നത്. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കാഷ്യൂ ആഡ് ചെയ്യുന്നവർക്ക് കാഷ്യൂ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ മിക്സിയുടെ ജാറൊന്ന്
ഈ ഒരു സമയത്ത് നോക്കാം തിളച്ച് വരട്ടെ. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ബട്ടർ ആഡ് ചെയ്യാം, ഫ്രഷ് ക്രീം ആഡ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് മേത്തി ലീവ്സ് ആഡ് ചെയ്യാം, മല്ലിയില, ഞാനിവിടെ മിൻറ്റ് ലീവ്സ് ആണ് ഇട്ട് വെച്ചിട്ടുള്ളത്. ഉള്ളിയരി, ഓക്കെ. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, സോ ഞാനൊന്ന് തിളപ്പിക്കാൻ വെച്ചായിരുന്നു. ഇനി നമുക്കിതിലേക്ക് എന്താ ആഡ് ചെയ്യാം, ബട്ടർ ചിക്കൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചിക്കൻ ആഡ് ചെയ്യാം. ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്തു. ഓക്കെ, പിന്നെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് കുറച്ച് കാഷ്യൂ. ഞാൻ അങ്ങനെ തന്നെ നിങ്ങൾക്കിത് അരയ്ക്കുമ്പോൾ, ഗ്രേവി അരയ്ക്കുമ്പോൾ കാഷ്യൂ ഇട്ട് അരയ്ക്കാം കേട്ടോ. മല്ലിയില, എനിക്ക് മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണ് ശരിക്കും. ഇതിലേക്ക് ഇടുന്നത് ഏതാണ്, മറ്റേ മേത്തി ലീവ്സ് ആണ്, ഉലുവയുടെ ഇല ഉണക്കിയതാണ് ശരിക്കും ഇതിലേക്ക് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഇട്ട് കണ്ടേക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഇടാൻ പോകുന്നത് എഗെയിൻ ഗാർലിക്കിൻ്റെ ബട്ടർ 1 ടീസ്പൂൺ ഇടാണ്. അപ്പോഴാണ് അതിൻ്റെ ഒരു ഫ്ലേവർ ശരിക്കും കിട്ടുക. ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ. ഇതിൻ്റെ ഒരു മണവും ഭയങ്കര ടേസ്റ്റാണിത്. ഓക്കെ, നമ്മളപ്പോൾ അതും കൂടി ഇട്ടു. ഇത്രയേ ഉള്ളൂ ബട്ടർ ചിക്കൻ റെസിപ്പി. ഒരുവിധം നല്ല കുറുകി വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ യു ക്യാൻ ആഡ് ദാറ്റ് വൺ ഓൾസോ. ദിസ് ഈസ് ദ ഡിലീഷ്യസ്. ഉപ്പും ഇനി ചെറിയ സ്വീറ്റ്നെസ് വേണമെങ്കിൽ മധുരമോ ഹണിയോ ആഡ് ചെയ്യുന്നവർക്ക് ഈ സമയത്ത് ആഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ബട്ടർ ചിക്കൻ റെഡിയായി. ഓക്കെ, ബൈ. ഇനി നമുക്ക് പുലാവ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഗ്രീൻ ബീൻസ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ബട്ടർ ചിക്കൻ്റെ. ഓക്കെ, അപ്പോൾ നമ്മൾ ചുവന്നുള്ളി, സബോള, മല്ലിയില, പൊട്ടറ്റോ, ക്യാരറ്റ് ഇത്രയ്ക്ക് ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കാണ്. റൈസ് ഞാനിവിടെ വാർത്ത് വെച്ചിട്ടുണ്ട്. ഉപ്പ് നമ്മൾ റൈസ് തിളപ്പിക്കുമ്പോൾ ഉപ്പിടാൻ മറക്കരുത് കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ചില്ല ഉപ്പിട്ടിരുന്നു. ഹായ് നദാശ, എന്താ പരിപാടി? കഥ പറഞ്ഞായിരുന്നോ? കുഞ്ഞു ഒറ്റയ്ക്ക് നോക്ക് കുറച്ച് നേരം, എന്നിട്ട് മക്കൾ പറഞ്ഞാലേ. ഇവിടെ ഒരാൾ എനിക്ക് വന്നിട്ടുണ്ട്. ഇത് മൂത്രം ബെഡ്ഷീറ്റാണ്. ഹലോ, ഗുഡ് മോർണിംഗ് പറ. നമ്മളിത് ഫ്രൈ ചെയ്യുവാണേ, വഴറ്റിയെടുക്കും. ഇതാ വെള്ളതാ, ലട്ടുവിന് വെള്ളം. രാവിലെ എനിക്ക് വന്നിട്ട് നദാശൻ്റെ കുളിപ്പിച്ചില്ലേ അമ്മ? രാവിലത്തെ കുളി കഴിഞ്ഞു. ഇനി ഓക്കെ, അപ്പം ഇനി നെക്സ്റ്റ് നമുക്കിത് മിക്സ് ചെയ്യാം. നമുക്കിതിലേക്ക് റൈസ് ഇടാം. റൈസ് ഇട്ട് ഇത് മിക്സ് ചെയ്യണം. റൈസ് ഇട്ടു, നമ്മൾ വേവിച്ച് വെച്ച റൈസ് ഇട്ടു. എല്ലാം കൂടെ മിക്സ് ചെയ്താലേ പുലാവ് റെഡി.
ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് ഇനി നെയ്യ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് നെയ്യ് ആഡ് ചെയ്യാം. ഓക്കെ, പുതിനയില, കുറച്ചുകൂടെ മല്ലിയിലൊക്കെ ഗാർണിഷ് ചെയ്യാനുണ്ടെങ്കിൽ യു ക്യാൻ ആഡ് ദാറ്റ് ഓൾസോ. പൈനാപ്പിൾ ആഡ് ചെയ്യണമെങ്കിൽ ആ പൈനാപ്പിൾ ചെറിയ പീസസ് ആക്കിയിട്ട് യു ക്യാൻ ആഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പുലാവ്.